എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ക്ലിപ്പേഴ്സ് എന്ന് പറയുന്ന സർക്യൂട്ടിനെ പറ്റിയിട്ടാണ്. ഇലക്ട്രോണിക് സർക്യൂട്ട്സിലെ വേവ് ഷേപ്പിംഗ് എന്ന് പറയുന്ന പോർഷനിലാണ് ഈ ക്ലിപ്പേഴ്സ് അതേപോലെ തന്നെ ക്ലാമ്പേഴ്സ് ഒക്കെ വരുന്നത്. ഇപ്പോൾ ക്ലിപ്പർ എന്ന് പറഞ്ഞാൽ ഒരു വേവ് ഷേപ്പിംഗ് സർക്യൂട്ടാണ്. അപ്പോൾ നമുക്ക് കണ്ടന്റിലേക്ക് കടക്കാം. ഇപ്പോൾ ക്ലിപ്പേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അക്കോർഡിംഗ് ടു ഏത് പോർഷനാണ് കട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ക്ലിപ്പിംഗ് എലമെന്റ് പ്ലേസ് ചെയ്യുന്നത്, അതിൻ്റെ ബേസിസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇപ്പോൾ ബേസിക്കലി ക്ലിപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സിഗ്നലിൻ്റെ ഒരു പോർഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സർക്യൂട്ടിനാണ് നമ്മൾ ക്ലിപ്പർ എന്ന് പറയുക. അതായത് നമ്മളൊരു സൈൻ വേവ് എടുക്കുന്നു, സൈൻ വേവ് ആവണമെന്നില്ല, ഏത് വേവ് ആയിക്കോട്ടെ, ഒരു സൈൻ വേവ് എടുക്കുന്നു. ഈ സൈൻ വേവിൻ്റെ ഒരു പോർഷൻ മുകളിലത്തതോ താഴത്തതോ ഏത് പോർഷൻ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു പോർഷൻ കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സർക്യൂട്ടിനാണ് നമ്മൾ ക്ലിപ്പേഴ്സ് എന്ന് പറയുക. ഇപ്പോൾ ക്ലിപ്പേഴ്സ് നമുക്ക് സാധാരണയായിട്ട് ക്ലാസിഫൈ ചെയ്യുമ്പോൾ പോസിറ്റീവ് ക്ലിപ്പർ, നെഗറ്റീവ് ക്ലിപ്പർ എന്നുള്ള രീതിയിലാണ് ഫസ്റ്റ് നമ്മൾ ടൈപ്സ് ഓഫ് ക്ലിപ്പേഴ്സിൽ പറയും. ഇപ്പോൾ പോസിറ്റീവ് ക്ലിപ്പർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പോസിറ്റീവ് പാർട്ടാണ് ക്ലിപ്പ് ചെയ്യുന്നതെങ്കിൽ, അതായത് സിഗ്നലിൻ്റെ പോസിറ്റീവ് പാർട്ടിലാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ പോസിറ്റീവ് ക്ലിപ്പർ എന്നാണ് പറയുക. ഇപ്പോൾ നെഗറ്റീവ് പാർട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ നെഗറ്റീവ് ക്ലിപ്പർ എന്ന് പറയും. ഇപ്പം ബേസ്ഡ് ഓൺ ഏത് പോർഷനിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് ക്ലിപ്പർ ആണെന്ന് പറയുന്നത്. സോ പോസിറ്റീവ് ക്ലിപ്പർ ഉണ്ട്, അതേപോലെ തന്നെ നെഗറ്റീവ് ക്ലിപ്പർ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ക്ലിപ്പറിൽ ക്ലിപ്പിംഗ് എലമെന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയോഡ് എന്നാണ് പറയുക. പി എൻ ജംഗ്ഷൻ അല്ലെങ്കിൽ ഡയോഡാണ്. അപ്പോൾ ഈ ഡയോഡാണ് ക്ലിപ്പിംഗ് എലമെന്റ്. ഈ ഡയോഡ് നമ്മൾ ലോഡ് റെസിസ്റ്ററായിട്ട് എങ്ങനെ പ്ലേസ് ചെയ്യുന്നു അതിൻ്റെ ബേസിസിൽ നമുക്ക് ക്ലിപ്പേഴ്സിനെ എഗെയിൻ ക്ലാസിഫൈ ചെയ്യാം. സീരീസ് ക്ലിപ്പർ ആൻഡ് ഷണ്ട് ക്ലിപ്പർ. നമ്മൾ ലോഡ് റെസിസ്റ്ററിനെ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ക്ലിപ്പിംഗ് എലമെന്റ് എന്ന് പറയുന്നത് ലോഡ് റെസിസ്റ്ററിന് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ സീരീസ് ക്ലിപ്പർ എന്ന് പറയും. ദെൻ ലോഡ് റെസിസ്റ്ററിന് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ഷണ്ട് ക്ലിപ്പർ എന്ന് പറയും. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള ടൈപ്സ് ഓഫ് ക്ലിപ്പേഴ്സിൽ വരുന്നത്. സീരീസ് ക്ലിപ്പർ, ഷണ്ട് ക്ലിപ്പർ, അതേപോലെ തന്നെ പോസിറ്റീവ് ക്ലിപ്പർ, നെഗറ്റീവ് ക്ലിപ്പർ. പിന്നെയും നമുക്ക് ക്ലാസിഫൈ ചെയ്യാം ബയാസ്ഡ് ക്ലിപ്പർ എന്ന് പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് ലെവലിൽ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് വോൾട്ടേജ് ആഡ് ചെയ്യും. അങ്ങനെയുള്ളതിനെ നമ്മൾ ബയാസ്ഡ് ക്ലിപ്പർ എന്ന് പറയും. ദെൻ സ്ലൈസർ എന്ന് പറയുന്ന സർക്യൂട്ട് ഉണ്ട്, കമ്പൈൻഡ് ക്ലിപ്പർ ഉണ്ട്, അല്ലെങ്കിൽ ഡബിൾ സൈഡ് ക്ലിപ്പർ എന്നൊക്കെ പറയാം, രണ്ട് സൈഡും കട്ട് ചെയ്യുന്ന ക്ലിപ്പേഴ്സ്. അപ്പം അങ്ങനെ പല രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇപ്പം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പം സീരീസ് ക്ലിപ്പർ, ഷണ്ട് ക്ലിപ്പർ, പോസിറ്റീവ് ക്ലിപ്പർ, നെഗറ്റീവ് ക്ലിപ്പർ, ബയാസ്ഡ് ക്ലിപ്പർ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ഇവിടെ 4 സർക്യൂട്ടുകൾ കാണാം. അപ്പോൾ അതിൽ നോക്കാം, നിങ്ങൾ ക്ലിപ്പിംഗ് എലമെന്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത് സീരീസ് വിത്ത് ലോഡ് റെസിസ്റ്റർ. ഈ റെസിസ്റ്ററിനെ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സീരീസ് ക്ലിപ്പർ എന്ന് പറയും, സീരീസ് ക്ലിപ്പർ. ദെൻ ഇവിടെ നമുക്ക് കാണാം നെഗറ്റീവ് സീരീസ് ക്ലിപ്പർ എന്നാണ് എഴുതിയിരിക്കുന്നത്, നെഗറ്റീവ് സീരീസ് ക്ലിപ്പർ. ഇപ്പം നെഗറ്റീവ് സീരീസ് ക്ലിപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. സോ നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ ഇതാണെങ്കിൽ ഈ നെഗറ്റീവ് പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള സർക്യൂട്ട് ആണെങ്കിൽ അതിനെന്ത് പറയും? നെഗറ്റീവ് ക്ലിപ്പർ എന്ന് പറയും. അതിൽ ക്ലിപ്പിംഗ് എലമെന്റ് സീരീസ് ആയിട്ട് ലോഡ് റെസിസ്റ്ററിനെ കണക്ട് ചെയ്തുകൊണ്ട് അതിനെ സീരീസ് ക്ലിപ്പർ എന്ന് പറയും. അപ്പോൾ നമ്മളെ ഫസ്റ്റ് സർക്യൂട്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് സീരീസ് ക്ലിപ്പറാണ്. ഈ ക്ലിപ്പിംഗ് എലമെന്റ്, അതായത് ഡയോഡ് എന്ന് പറയുന്നത് നേരെ തിരിച്ചു വെക്കുകയാണെങ്കിൽ അത് പോസിറ്റീവ് ക്ലിപ്പർ ആവും. ഇപ്പോൾ പോസിറ്റീവ് ക്ലിപ്പറാണ്, ഡയോഡ് എന്ന് പറയുന്നത് പ്ലേസ് ചെയ്തിരിക്കുന്നത് സീരീസ് ആയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പോസിറ്റീവ് സീരീസ് ക്ലിപ്പർ. ഇതാണ് സെക്കൻഡ് വൺ, പോസിറ്റീവ് സീരീസ് ക്ലിപ്പർ. ദെൻ അടുത്തത് നോക്കുക നിങ്ങൾ,
ഡയോഡ് എന്ന് പറയുന്നത് പ്ലേസ് ചെയ്യുന്ന ലോഡ് റെസിസ്റ്ററിന് പാരലൽ ആയിട്ടാണ്. സോ അതുകൊണ്ട് അതിനെ അതെന്ത് പറയുന്നു? ഷണ്ട് ക്ലിപ്പർ എന്നുള്ള രീതിയിൽ പറയുന്നു. ഷണ്ട് ക്ലിപ്പർ. ഇതിലെ നെഗറ്റീവ് പാർട്ടാണ് കട്ട് ചെയ്തു പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ നെഗറ്റീവ് ഷണ്ട് ക്ലിപ്പർ എന്നുള്ള രീതിയിൽ പറയുന്നു. ഇതില് പോസിറ്റീവ് പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് പോസിറ്റീവ് ഷണ്ട് ക്ലിപ്പർ എന്ന് പറയുന്നു. ക്ലിപ്പർ എങ്ങനെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്? പാരലൽ ആയിട്ടാണ്. സോറി, ക്ലിപ്പർ അല്ല, ക്ലിപ്പിംഗ് എലമെന്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത് പാരലൽ ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ അത് ഷണ്ട് ക്ലിപ്പർ എന്ന് പറയും. പോസിറ്റീവ് പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനെ പോസിറ്റീവ് ഷണ്ട് ക്ലിപ്പർ എന്ന് പറയും. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള നമ്മുടെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെഗറ്റീവ് സീരീസ് ക്ലിപ്പർ, പോസിറ്റീവ് സീരീസ് ക്ലിപ്പർ, നെഗറ്റീവ് ഷണ്ട് ക്ലിപ്പർ, പോസിറ്റീവ് ഷണ്ട് ക്ലിപ്പർ. ഓക്കെ ഓക്കെ സോ നമ്മൾ ഇനി സർക്യൂട്ടിലേക്ക് പോവാണ്. സീരീസ് ക്ലിപ്പർ. ഇപ്പൊ ഇവിടെ ഡയോഡ് പ്ലേസ് ചെയ്തിരിക്കുന്നത് കാണാൻ നിങ്ങൾക്ക്. ഡയോഡ് ലോഡ് റെസിസ്റ്ററിന് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ സീരീസ് ക്ലിപ്പർ എന്നുള്ള രീതിയിൽ പറയുന്നു. നെഗറ്റീവ് പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതെന്ന് പറയുന്നത് നമ്മൾ പണ്ട് പഠിച്ചിരിക്കുന്ന ഹാഫ് വേവ് റെക്ടിഫയറിന്റെ അതേ സർക്യൂട്ടാണ്. ഹാഫ് വേവ് റെക്ടിഫയർ അല്ലെ? ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിലെ പകുതി, ഹാഫ് സൈക്കിൾ മാത്രമേ കിട്ടുന്നുള്ളൂ. അതുകൊണ്ടാണ് അതിനെ ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നെഗറ്റീവ് പാർട്ട് കട്ട് ചെയ്തു പോവാണ് ചെയ്തത്. ഓക്കെ അല്ലെ? ഹാഫ് വേവ് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം അതിൽ നെഗറ്റീവ് പാർട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കാറ്. അപ്പൊ ആ നെഗറ്റീവ് പാർട്ട് കട്ട് ചെയ്യുന്നതിന് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ നെഗറ്റീവ് സൈക്കിൾ കട്ട് ചെയ്യുന്നതുകൊണ്ട് അതിനെ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം? നെഗറ്റീവ് സീരീസ് ക്ലിപ്പർ എന്നുള്ള രീതിയിൽ പറയാം. ഓക്കെ, ഈ ഡയോഡിനെ നമ്മൾ നേരെ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ അതെന്താവും? പോസിറ്റീവ് സീരീസ് ക്ലിപ്പർ ആവും. പോസിറ്റീവ് സീരീസ് ക്ലിപ്പർ എന്നുള്ള രീതിയിൽ പറയാം. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് എന്നുള്ളത് ബേസിക് ആയിട്ട് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഡയോഡിന്റെ ഓപ്പറേഷൻ ആണ് നമ്മൾ പഠിക്കേണ്ടത്. ഡയോഡ് എന്ന് പറയുന്നത് ഫോർവേഡ് ബയസ് ആണെങ്കിൽ, ഐഡിയൽ കേസ് കൺസിഡർ ചെയ്യുക. ഡയോഡ് ഫോർവേഡ് ബയസ് ആണെങ്കിൽ അത് ഷോർട്ട് സർക്യൂട്ട് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാം. അതായത് നമുക്ക് ഡയോഡ് ഫോർവേഡ് ബയസ് എന്നുള്ള രീതിയിൽ എടുക്കുമ്പോൾ അതിനെ ഷോർട്ട് സർക്യൂട്ട് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാം. ഡയോഡ് റിവേഴ്സ് ബയസ്, അതായത് ഫോർവേഡ് ബയസ് എന്നുള്ള രീതിയിൽ എടുക്കുക. റിവേഴ്സ് ബയസ് ആണെങ്കിൽ അതിനെ ഓപ്പൺ സർക്യൂട്ട് എന്നുള്ള രീതിയിൽ എടുക്കുക. ഓപ്പൺ സർക്യൂട്ട്. ഇതാണെങ്കിൽ ഷോർട്ട് സർക്യൂട്ട്. ഈ രീതിയിൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഡയോഡ് ഇവിടെ നോക്കുക നിങ്ങൾ. ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണെങ്കിൽ, പോസിറ്റീവ് ആണെങ്കിൽ ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നു. ഡയോഡ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് അത് ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യുന്നു. സോ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് വരുന്നു ലോഡ് റെസിസ്റ്ററിലൂടെ. നമ്മുടെ ഹാഫ് വേവ്, അതായത് പോസിറ്റീവ് ഹാഫ് എന്താണോ അത് തന്നെ നമുക്ക് ലോഡ് റെസിസ്റ്ററിൽ കിട്ടും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, പോസിറ്റീവ് പാർട്ടിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിള് അത് അതേപോലെ തന്നെ നമുക്ക് ലോഡ് റെസിസ്റ്ററിൽ കിട്ടും. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആണെങ്കിൽ നമ്മൾ പൊളാരിറ്റി മാർക്ക് ഈ രീതിയിലാണ്, നെഗറ്റീവ് പോസിറ്റീവ് എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് റിവേഴ്സ് ബയസ് ആവുന്നു. ദാറ്റ് മീൻസ് ഓപ്പൺ സർക്യൂട്ട് ആവുന്നു. സോ നമുക്ക് ഔട്ട്പുട്ട് 0 എന്നുള്ള രീതിയിൽ കിട്ടുന്നു. ഈ പോർഷനിൽ 0 ആണ്. ഓക്കെ, സോ ഇതാണ് നെഗറ്റീവ് സീരീസ് ക്ലിപ്പർ എന്ന് പറയുന്ന സർക്യൂട്ട്. ഇപ്പൊ നേരെ ഡയോഡ് തിരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഡ്യൂറിങ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ നമ്മുടെ ഡയോഡ് ഫോർവേഡ് ബയസ് ആവും. അപ്പോൾ മാത്രം നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. പോസിറ്റീവ് പാർട്ട് വരുന്ന സമയത്ത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് റിവേഴ്സ് ബയസ് ആവുന്നു. ഔട്ട്പുട്ട് ഇവിടെ രണ്ടിടത്തിലും, ഇവിടെ രണ്ടിടത്തുനിന്നല്ല, നമ്മളെ പോസിറ്റീവ് പാർട്ടിൽ 0 ആയിട്ട് വരുന്നു. ഡയോഡ് കണ്ടക്ട് ചെയ്യില്ല. ഓക്കെ, ഇതാണ് സീരീസ് ക്ലിപ്പറിന്റെ വർക്കിംഗ് ആയിട്ട് വരുന്നത്. ഓക്കെ ഓക്കെ ഇപ്പൊ നമുക്ക് ഇതിനൊരു എന്താണ് സർക്യൂട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇത് സിമുലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സർക്യൂട്ടാണ്. ഇപ്പൊ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാഫ് വേവ് കട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സർക്യൂട്ടാണ്. അപ്പൊ ഇതിൽ ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം.
ഇവിടെ നിങ്ങൾ കാണാൻ കഴിയും, ഈ ഒരു പോർഷനിൽ സിഗ്നൽ കൊടുത്തിരിക്കുന്നത് കാണാം. 5 വോൾട്ട് സിഗ്നലാണ്, ഒരു 50 ഹെർട്സ് സപ്ലൈ വരുന്ന ഒരു സിഗ്നലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ഒരു സ്വിച്ച് വഴി, ഞാൻ സ്വിച്ച് കൊടുത്തിരിക്കുന്നത് 2 സർക്യൂട്ടാണിത്. ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് കാണാൻ നിങ്ങൾക്ക്. ഓക്കെ, ഇവിടെ ആണെങ്കിൽ ഒരു ഡയറക്റ്റ് സ്വിച്ച് വെച്ചിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് അടുത്ത ഫിഗറിൽ മനസ്സിലാവും. ഇപ്പം ഞാൻ കൊടുത്തിരിക്കുന്നത് ഒരു 5 വോൾട്ട് സപ്ലൈ, ഒരു ഡയോഡ്, ദെൻ ഒരു റെസിസ്റ്റർ, ഇത്ര മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് സർക്യൂട്ട് നമ്മൾ മാറ്റി വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഒരു സർക്യൂട്ട് ഓക്കെ, ഇങ്ങനെയാണ് കിട്ടുക. അപ്പോൾ ദാറ്റ് മീൻസ് ഇതെന്താണ്, നെഗറ്റീവ് സീരീസ് ക്ലിപ്പർ ആണ് സർക്യൂട്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ ഗ്രീൻ സിഗ്നലില്, ഗ്രീൻ കളറിൽ കാണുന്നത് നമ്മുടെ ഇൻപുട്ട് സിഗ്നലാണ്. 5 വോൾട്ട് പീക്ക് ഉള്ള ഒരു ഇൻപുട്ട്, 5 വോൾട്ട് ആംപ്ലിറ്റ്യൂഡുള്ള ഒരു ഇൻപുട്ട് സിഗ്നലാണ്. ദെൻ ഔട്ട്പുട്ട് മെഷർ ചെയ്തിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം ബ്ലൂ കളറിലാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം നെഗറ്റീവ് പാർട്ട് ഈ ഔട്ട്പുട്ടിൽ ഒഴിവായതായിട്ട് കാണാം, ഇല്ലേ? നെഗറ്റീവ് പാർട്ട് ഇല്ല, പോസിറ്റീവ് പാർട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, പോസിറ്റീവ് പാർട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ദാറ്റ് മീൻസ് ഇതെന്താണ്, നെഗറ്റീവ് ക്ലിപ്പറാണ്. ഓക്കെ, പോസിറ്റീവ് പാർട്ട് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ, നെഗറ്റീവ് പോർഷൻ കട്ട് ചെയ്തു പോയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇതിനെ നെഗറ്റീവ് സീരീസ് ക്ലിപ്പർ എന്നുള്ള രീതിയിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫിഗർ നോക്കുന്ന സമയത്ത് ഒരു വ്യത്യാസം കാണാം, 2 വേവുകൾ തമ്മിൽ. ഒന്നിൻ്റെ ആംപ്ലിറ്റ്യൂഡ് 5 വോൾട്ടേജും മറ്റേത് അതിനേക്കാൾ കുറവായിട്ടുള്ളതും കാണാം, അല്ലേ? ഒന്ന് ഗ്രീൻ ആണെങ്കിൽ 5 വോൾട്ടിലാണ് ഉള്ളത്, നമ്മളെ ഒരു വയലറ്റ് കളർ, ബ്ലൂ കളറിലുള്ളത് എന്താണ്, 5നേക്കാൾ കുറവായിട്ടും കാണാം. എന്തുകൊണ്ടാണ് ഈ 5 വോൾട്ടിനേക്കാൾ കുറയാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ ലൂപ്പ് ഇക്വേഷൻ എഴുതിയിട്ട് ആൻസർ ചെയ്യാം. എങ്ങനെയാണ്? അതായത് ഇത് നമ്മൾ ഡ്യൂറിങ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നമ്മൾ ലൂപ്പ് ഇക്വേഷൻ എഴുതുന്നു. ഇപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇവിടെ V0, ഇവിടെ VD, ഇവിടെ Vin. ഓക്കെ, സോ ഇക്വേഷൻ എഴുതുന്ന സമയത്ത് മൈനസ് Vin അല്ലെ, മൈനസ് പ്ലസിനെ മൈനസ് ആയിട്ട് എടുത്തു, പ്ലസ് മൈനസ്, അതായത് പ്ലസ് VD, ദെൻ പ്ലസ് മൈനസ് പ്ലസ് V0 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് ലൂപ്പ് ഇക്വേഷൻ എഴുതാം, അല്ലെ? മൈനസ് Vin പ്ലസ് VD പ്ലസ് V0 ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇതെന്തുകൊണ്ടാണ് ഈ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്? അതായത് ലൂപ്പ് ഇക്വേഷൻ എഴുതണമെന്നുണ്ടെങ്കിൽ ക്ലോസ്ഡ് പാത്ത് ആയിരിക്കണം. ക്ലോസ്ഡ് പാത്ത് എപ്പോഴാണ് കിട്ടുക? ഡയോഡ് ഫോർവേഡ് ബയസ് ആകുമ്പോൾ മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മൾ പൊളാരിറ്റി, സിഗ്നലിന്റെ പൊളാരിറ്റി ഈ രീതിയിൽ എടുത്തിരിക്കുന്നത്. മൈനസ് Vin പ്ലസ് VD പ്ലസ് V0 എന്നുള്ള രീതിയിലാണ് നമുക്ക് ഇക്വേഷൻ കിട്ടുക. അപ്പൊ V0 ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? V0 ഈക്വൽ ടു എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റുന്ന സമയത്ത് നമുക്ക് ഇക്വേഷൻ കിട്ടുക ഇങ്ങനെയാണ്, മൈനസ് V0 ഈക്വൽ ടു മൈനസ് Vin പ്ലസ് VD എന്നുള്ള രീതിയിൽ കിട്ടും, അല്ലേ? മൈനസ് Vin പ്ലസ് VD എന്നുള്ള രീതിയിൽ കിട്ടും. മൈനസ് V0 ഈക്വൽ ടു മൈനസ് Vin പ്ലസ് VD. അപ്പൊ ഈ ഇക്വേഷൻ മാറ്റിക്കഴിഞ്ഞാൽ എന്താ കിട്ടുക? V0 ഈക്വൽ ടു Vin മൈനസ് VD എന്നാണ് കിട്ടുക. Vin മൈനസ് VD. Vin എത്രയാണ് ഇവിടെ ഉള്ളത്? 5 ആണ്. V0 ഈക്വൽ ടു Vin മൈനസ് VD എന്നാണ് കിട്ടുക. V0 എത്രയാണ് ഇവിടെ? 5 ആണ്, അല്ലെ? സോറി, V0 അല്ല, Vin എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. 5 മൈനസ് VD. VD എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഡയോഡിന്റെ പൊട്ടൻഷ്യൽ ആണ്, അല്ലെ? അതായത് 0.7 എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. സോ Vin മൈനസ് VD എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 മൈനസ് 0.7. ആ വോൾട്ടേജ് ആണ് കിട്ടുക V0 എന്ന് പറയുന്നത്. സോ നിങ്ങൾ നോക്കുക, ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഈ ഗ്രാഫ് നോക്കുന്ന സമയത്ത്
വോൾട്ടേജ് കാണാം 4.299, അതായത് 4.3 എന്നുള്ള രീതിയിൽ കാണാം അല്ലേ. അത് ബ്ലൂ കളറുള്ള സിഗ്നലിന്റെ വാല്യൂ ആണ് 4.3, ഓൾമോസ്റ്റ് 4.3 എന്ന് പറയാം. ഇത് 4.3യും മറ്റേത് എത്രയാണ് 5 വോൾട്ടേജും ആണ്. ഇത് 5 വോൾട്ടേജ്, ഇത് 4.3. വാല്യൂ ഗ്യാപ്പ് എന്താ വരുന്നത് 0.7. ആ 0.7 എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഡയോഡിന്റെ വോൾട്ടേജ് ഡ്രോപ്പ് ആണ് അല്ലെ, വി ഡി എന്ന് പറയുന്ന വോൾട്ടേജ് ആണ്. നമുക്ക് ഇക്വേഷൻ എന്തായിരുന്നു കിട്ടിയത്, V0 ഈക്വൽ ടു വി ഇൻ മൈനസ് വി ഡി എന്നാണ് കിട്ടിയിരിക്കുന്നത് അല്ലെ. വി ഇൻ എന്ന് പറയുന്നത് 5 ആണ്, മൈനസ് 0.7 ഈക്വൽ ടു എത്രയാണ് വരിക 4.3 വോൾട്ടേജ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അല്ലെ. ആ സിമുലേറ്റ് ചെയ്തപ്പോഴും നമുക്ക് ആ വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ഈ ക്ലിപ്പറിനെ എക്സാമിൻ ചെയ്യേണ്ടത്. ഓക്കെ, സോ എന്താണ് നെഗറ്റീവ് ക്ലിപ്പർ? ഓക്കെ, അപ്പോൾ നെഗറ്റീവ് പോർഷൻ കട്ട് ചെയ്യുന്നു. ദെൻ എങ്ങനെയാണ് ആ നെഗറ്റീവ് പോർഷൻ കട്ടാവുന്നത്? അത് നമ്മൾ ഡയോഡിന്റെ ഐഡിയൽ കേസ് ആയിട്ടുള്ള കൺസെപ്റ്റ് വെച്ചിട്ട് പറയാം. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ അല്ലെങ്കിൽ ഫോർവേഡ് ബയസ് ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു. അപ്പൊ അങ്ങനെ ആ രീതിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി എനിക്ക് നെഗറ്റീവ് ക്ലിപ്പറിൽ തന്നെ നെഗറ്റീവ് ക്ലിപ്പറിൽ തന്നെ എനിക്കൊരു പോർഷൻ എന്താണ് ഫുള്ളായിട്ട് കട്ട് ചെയ്യേണ്ട, പകരം ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് ലെവലിൽ വെച്ച് കട്ട് ചെയ്യണമെന്ന് വിചാരിക്കാം. ദാറ്റ് മീൻസ് എനിക്കൊരു 2 വോൾട്ടേജിൽ കട്ട് ചെയ്യണം അല്ലെങ്കിൽ 3 വോൾട്ടേജിൽ കട്ട് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, നെഗറ്റീവ് പാർട്ടാണ് കട്ട് ചെയ്യേണ്ടത്, ബട്ട് -3 വോൾട്ടേജ് അല്ലെങ്കിൽ -2 വോൾട്ടേജിൽ കട്ട് ചെയ്യണം എന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. ഇവിടെ നോക്കാം, ഞാൻ ഈ സർക്യൂട്ടിൽ ചെറിയൊരു മാറ്റം വരുത്തി. അതായത് നമ്മൾ നേരത്തെ വരച്ചതിൽ നിന്നും ചെറിയൊരു മാറ്റം. എന്താ ചെയ്തിരിക്കുന്നത്, ഇവിടെ ഞാനൊരു വോൾട്ടേജ് സോഴ്സ് ആഡ് ചെയ്തു. വോൾട്ടേജ് സോഴ്സ് എങ്ങനെയാണ് ആഡ് ചെയ്തിരിക്കുന്നത്, ഡയോഡിനെ സീരീസ് ആയിട്ട് ആഡ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഒരു 2 വോൾട്ടേജ് ആണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 2 വോൾട്ടേജ് സെല്ല് നമ്മൾ ഡയോഡിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പൊ ഇതെങ്ങനെയാണ് ഇതിന്റെ പെർഫോമൻസ് നോക്കാം. എന്തായാലും ഈ ഡയോഡ് പ്ലേസ് ചെയ്യുമ്പോൾ, നമ്മൾ ഡയോഡും സെല്ലും പ്ലേസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് മാറ്റം വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സെല്ല് കണക്ട് ചെയ്തിട്ടില്ല എങ്കിൽ, അതായത് നേരത്തെ നമ്മൾ സെല്ല് കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിലായിട്ടാണ് കണക്ട് ആവുക, ഇങ്ങനെയാണ് കണക്ട് ആവുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് നെഗറ്റീവ് ക്ലിപ്പർ ആണ്. ഇപ്പൊ സെല്ല് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്നാണ് നിങ്ങൾക്ക് ഇവിടെ ഈ സർക്യൂട്ടിൽ ഈ വേവ് ഫോമിൽ കാണാൻ കഴിയുന്നത്. അതായത് വോൾട്ടേജ് ലെവൽ കുറച്ച് കുറഞ്ഞു. ഓക്കെ, അപ്പൊ അതെന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. നിങ്ങൾ നേരത്തെ നമ്മള് ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലെ, ലൂപ്പ് ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ഒന്ന് ലൂപ്പ് ഇക്വേഷൻ എഴുതി നോക്കാം. എന്താ ലൂപ്പ് ഇക്വേഷൻ വരിക, ഇവിടെ മൈനസ് പ്ലസ് എന്നുള്ള രീതിയിൽ എടുക്കുന്നു. ദാറ്റ് മീൻസ് മൈനസ് വി ഇൻ പ്ലസ് മൈനസ് അല്ലെ, ഇത് പ്ലസ് മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് 2 വോൾട്ട് again VD plus VD plus V0 equal to 0. ഇങ്ങനെയുള്ള ഇക്വേഷൻ വരിക. മൈനസ് വി ഇൻ പ്ലസ് 2 പ്ലസ് വി ഡി പ്ലസ് V0 ഈക്വൽ ടു 0. അങ്ങനെയുള്ള ഇക്വേഷൻ വരിക അല്ലെ. ഇനി V0 ഈക്വൽ ടു എന്താ വരിക, അപ്പൊ V0 ഈക്വൽ ടു മൈനസ് വി ഇൻ പ്ലസ് 2 പ്ലസ് വി ഡി. ഇങ്ങനെയല്ലേ വരിക. V0 is equal to മൈനസ് ഓഫ് മൈനസ് വി ഇൻ പ്ലസ് 2 പ്ലസ് വി ഡി എന്നാണ് വരിക. അപ്പൊ നമ്മൾ അഗെയിൻ മാറ്റി എഴുതുന്ന സമയത്ത് വിച്ച് ഇസ് ഈക്വൽ ടു പ്ലസ് വി ഇൻ -2 മൈനസ് 0.7 എന്നാണ് കിട്ടുക അല്ലേ. ദാറ്റ് ഈസ് നമ്മൾ ഇൻപുട്ട് കൊടുത്തിരുന്ന 5 വോൾട്ടേജ് ആണ്, 5 മൈനസ് 2.7 എന്നാണ് കിട്ടുക, ഈക്വൽ ടു 2.3 വോൾട്ടേജ്.
2.3 വോൾട്ടേജ് എന്നാണ് കിട്ടുക. നമുക്ക് അതാണോ കിട്ടിയെന്ന് നോക്കാം. ഇവിടെ കണ്ട ആംപ്ലിറ്റ്യൂഡ് 2.3 വോൾട്ടേജ് അല്ലേ, 2.3 വോൾട്ടേജ് ആണ് മാക്സിമം വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ബാറ്ററി നമ്മൾ 2 വോൾട്ടേജ് പോസിറ്റീവ് 2 വോൾട്ടേജ് കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? നമുക്കിവിടെ 2.3 വോൾട്ടേജിൽ കട്ടായി. ഓക്കെ, അതായത് ലെവൽ എന്ന് പറയുന്നത് 2.3 ആണ്. ഇവിടുത്തെ വോൾട്ടേജ് 2.3 വോൾട്ടേജ് ആണ്. അപ്പൊ 2.3 കട്ട് ചെയ്തു. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? 2.3 നമുക്ക് കട്ടായി കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് കറക്റ്റ് 3 വോൾട്ടേജിൽ കട്ട് ചെയ്യണം അല്ലെങ്കിൽ 2 വോൾട്ടേജിൽ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വോൾട്ടേജ് ഡ്രോപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഡയോഡിന്റെ വോൾട്ടേജ് ഡ്രോപ്പ് കൂടി കൺസിഡർ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ നമ്മളിവിടെ ഒരു 2 കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ ഡയോഡിന്റെ ഫോർവേഡ് ബയസ് വോൾട്ടേജ് കൂടി കൺസിഡർ ചെയ്തിട്ട് കൊടുത്താൽ മതി. അതായത് അഡ്ജസ്റ്റ് ചെയ്യുക. വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുന്നത് 2 പകരം ആ ഡയോഡ് ഡ്രോപ്പ് കൂടി കൺസിഡർ ചെയ്തിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെയാകുന്ന സമയത്ത് നമുക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു വാല്യൂല് നമുക്ക് കിട്ടും. ഓക്കെ, ദെൻ നമ്മൾ ഇനി വോൾട്ടേജ് തിരിച്ചു കൊടുക്കുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, നേരത്തെ നിങ്ങൾ ഇപ്പോൾ കാണാം, ഇവിടെ നിങ്ങൾ കൊടുത്തിരിക്കുന്നത് പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ള രീതിയിലാണ് ഡയോഡിന് കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ആ സെല്ലിന്റെ പൊളാരിറ്റി ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ഓക്കെ, അതായത് നമ്മുടെ ഡയോഡിന് ആനോഡിന് നെഗറ്റീവ് ആയിരുന്നു ഇവിടെ കൊടുത്തത്, അതിനു പകരം ആനോഡിന് പോസിറ്റീവ് കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ എന്താ സംഭവിക്കുക നോക്കാം. ഇതാണ് ആ സർക്യൂട്ട്. ഡയോഡിന് എന്ത് ചെയ്തു? പോസിറ്റീവ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഡയോഡിന് പോസിറ്റീവ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം നമുക്ക്. അഗൈൻ നമ്മൾ ലൂപ്പ് ഇക്വേഷൻ ഇതാണ്. മൈനസ് പ്ലസിനെ ഞാൻ മൈനസ് ആയിട്ട് എടുത്തു. മൈനസ് വി ഇൻ സപ്ലൈ വോൾട്ടേജിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഡി സി വോൾട്ടേജ് കൊടുത്തിരിക്കുന്നത് 2 വോൾട്ടേജ് ആണ്. ബട്ട് നമ്മൾ പൊളാരിറ്റി നേരത്തെ കൊടുത്തതിന് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഇവിടെ എന്താണ്? മൈനസ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ അഗെയിൻ മൈനസ് 2 വോൾട്ടേജ് പ്ലസ് വി ഡി പ്ലസ് വി സീറോ ഈക്വൽ ടു 0. ഓക്കെ, so V0 equal to minus V in minus 2 plus VD. ഇങ്ങനെയാണ് കിട്ടുക അല്ലേ, which is equal to plus V in plus 2 minus 0.7. ഇങ്ങനെയാണ് കിട്ടുക. ദാറ്റ് മീൻസ് 5 plus 2 minus 0.7 which is equal to 6.7 minus 0.7 എന്നാണ് കിട്ടുക അല്ലേ, which is equal to 6.3 വോൾട്ടേജ് അല്ലേ. 6.3 വോൾട്ടേജ് ആണ് കിട്ടുക. നമുക്ക് ഇൻപുട്ടിൽ എന്താ കിട്ടിയെന്ന് നോക്കുക. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് ഇൻപുട്ട് സിഗ്നലിൽ നിന്ന് 5 വോൾട്ടേജ് ആണ്. ഗ്രീൻ സിഗ്നൽ എന്ന് പറയുന്നത് 5 വോൾട്ടേജ് ആണ്. ഈ ബ്ലൂ കളറാണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ ഇത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇൻപുട്ടിനേക്കാൾ കൂടുതലാണ് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലെ. ലെവല് മാറിയിട്ടുണ്ട്, ഇവിടുത്തെ ലെവല് മാറിയിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ വോൾട്ടേജ് എത്രയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 6.28 ആണ് നമ്മൾ സിമുലേറ്റ് ചെയ്തപ്പോൾ കണ്ടത്. അതായത് 6.3 വോൾട്ടേജ് ആണ് കിട്ടുന്നത് അല്ലെ, ഓൾമോസ്റ്റ് 6.3 വോൾട്ടേജ്. ഇവിടെ എത്രയാണ് നമുക്ക് ചെയ്തപ്പോൾ കിട്ടിയത്? 6.3 തന്നെയാണ് അല്ലെ. അപ്പോ നമ്മൾ ഡിസൈൻ ചെയ്തതിന് ശേഷം നമ്മൾ അനാലിസിസ് ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ തന്നെയാണ് നമുക്ക് സിമുലേറ്റ് ചെയ്തപ്പോഴും കിട്ടിയിരിക്കുന്നത് അല്ലെ. അപ്പോ ഈ ഓരോ സർക്യൂട്ടിലും വന്ന മാറ്റങ്ങൾ നമ്മളൊന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡയോഡില് ബയാസിംഗ് ഒന്നും കൊടുക്കാതെ, അതായത് എക്സ്ട്രാ ഒന്നും കൊടുക്കാതെ നമ്മൾ ജസ്റ്റ് ഡയോഡ് മാത്രം വെച്ചിട്ടുള്ള ഒരു സർക്യൂട്ട് ആയിരുന്നു ഇത്. അപ്പൊ അതിലെന്ത് ചെയ്തു? നെഗറ്റീവ് പാർട്ട് കട്ട് ചെയ്തു,
അപ്പോൾ ഐഡിയൽ കേസ് ആണെങ്കിൽ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് നെഗറ്റീവ് പാർട്ട് മാത്രം കട്ട് ചെയ്യും, വോൾട്ടേജ് ലെവലിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ബട്ട് പ്രാക്ടിക്കൽ കേസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഡയോഡിന്റെ ഡ്രോപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. സോ അങ്ങനെയാകുന്ന സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് ഒരു 0.7 വോൾട്ടേജിന്റെ ഡ്രോപ്പ് കാണാൻ കഴിയും. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ചെയ്തത്. വി ഇൻ മൈനസ് വി ഡി എന്നുള്ള രീതിയിൽ കിട്ടുന്നുണ്ട്. ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഫോം നോക്കുമ്പോഴും അവിടെ ഒരു 0.7 വോൾട്ടേജിന്റെ ഡ്രോപ്പ് കാണാൻ കഴിയും. 4.3 വോൾട്ടേജ് ആണ് ഇവിടെ കിട്ടിയിരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ ചെയ്തത് ഒരു ബയാസിങ് കൊടുത്തു. അതായത് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് വോൾട്ടേജിൽ കട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്ലിപ്പിംഗ് സർക്യൂട്ടാണ് വേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, പോസിറ്റീവ് പാർട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോസിറ്റീവ് ക്ലിപ്പർ ഡിസൈൻ ചെയ്തു. അതിന്റെ കൂടെ ബയാസിങ് കൂടി ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ബയാസ്ഡ് ക്ലിപ്പർ എന്നാണ് പറയാ, ബയാസ്ഡ് ക്ലിപ്പർ. അപ്പൊ അതില് നമ്മളൊരു 2 വോൾട്ട് സെല്ലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ 2 വോൾട്ട് സെല്ല് കൊടുത്തപ്പോൾ എന്താണ് മാറ്റം വന്നത് നോക്കാം. ഓക്കെ, ഇപ്പൊ 2 വോൾട്ട് സെല്ല് കൊടുത്തപ്പോൾ ഈ 2.3 വോൾട്ടേജിൽ അത് കട്ടായി വന്നു. ഇവിടുത്തെ ലെവൽ എന്ന് പറയുന്നത് 2.3 വോൾട്ടേജ് ആണ്. ഓക്കെ, ഇവിടെ ഇൻപുട്ട് ഔട്ട്പുട്ട് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ദെൻ നെക്സ്റ്റ് നമ്മൾ ചെയ്തത് പൊളാരിറ്റി മാറ്റി, അതായത് ബാറ്ററിയുടെ പൊളാരിറ്റി മാറ്റി. ഇപ്പൊ -2 വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താണ് മാറ്റം വന്നത്? അപ്പൊ ആ സമയത്ത് നമുക്ക് ഔട്ട്പുട്ടിൽ ഒരു വാല്യൂ വ്യത്യാസം വരുന്നുണ്ട്. അതായത് 6.3 എന്നുള്ള രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. സോ നിങ്ങൾക്ക് അവിടെ ബ്ലൂ കളറും ഗ്രീൻ കളറും അനലൈസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും അവിടെ ഒരു വലിയൊരു ചേഞ്ച് കാണാം. ഓക്കെ, സോ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് 6.3 ആണ്. ഓക്കെ, ഇപ്പൊ പോസിറ്റീവ് ക്ലിപ്പർ ആണെങ്കിൽ ഡയോഡിനെ നമ്മൾ നേരത്തെ സർക്യൂട്ടിൽ നിന്നും ചെറിയൊരു ചേഞ്ച് വരുത്തി, അതായത് അതിന്റെ പൊളാരിറ്റി മാറ്റുന്നു. ഇപ്പൊ നമുക്ക് ഈ രീതിയിലാണ് സർക്യൂട്ട് കിട്ടുക. അപ്പൊ നിങ്ങൾ സർക്യൂട്ട് നോക്കുക, എന്താണ് മാറ്റം വന്നിരിക്കുന്നത്? ഇത് ഗ്രീൻ ആയിട്ടുള്ളത് ഇൻപുട്ട് സിഗ്നലാണ്, ബ്ലൂ കളറുള്ളത് ഔട്ട്പുട്ട് സിഗ്നലാണ്. ഇൻപുട്ടും ഔട്ട്പുട്ടും കൺസിഡർ ചെയ്യുമ്പോൾ പോസിറ്റീവ് പാർട്ട് കട്ടായി പോയിട്ടുണ്ട്, പോസിറ്റീവ് പാർട്ട് കട്ടായിട്ടുണ്ട്. നെഗറ്റീവിൽ നിങ്ങൾക്ക് സിഗ്നൽ കാണാൻ കഴിയും. അപ്പൊ സിഗ്നൽ നോക്കുന്ന സമയത്ത് ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ ഇവിടെ ചെറിയൊരു ആംപ്ലിറ്റ്യൂഡിൽ ചേഞ്ച് വരുന്നുണ്ട്. അതെങ്ങനെയാ കിട്ടിയെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ലൂപ്പിക്കേഷൻ എഴുതിയപ്പോഴാണ് നമുക്ക് അങ്ങനെ കാണാൻ കഴിഞ്ഞത്. നമുക്ക് ഇവിടെ ഒന്നും കൂടി എഴുതി നോക്കാം. ഇവിടെ ഡയോഡ് ഫോർവേഡ് ബയസ് ആവണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ് എന്നുള്ള രീതിയിലാണ് വരിക. ദാറ്റ് മീൻസ് നമ്മൾ ഇക്വേഷൻ എഴുതുന്നു, വി ഇൻ മൈനസ് വി ഡി പ്ലസ് വി ഔട്ട് ഈക്വൽ ടു 0. അല്ലെ, പ്ലസ് മൈനസിന് ഞാൻ പോസിറ്റീവ് ആയിട്ട് എടുത്തു. പ്ലസ് മൈനസ് വി ഇൻ മൈനസ് പ്ലസ് വി ഡി, അല്ലെ, മൈനസ് വി ഡി പ്ലസ് മൈനസ് വി സീറോ. സോ വി സീറോ ഈക്വൽ ടു 0. അഗെയിൻ ഈ ഇക്വേഷനിലെ മാറ്റം വരുമ്പോൾ വി സീറോ ഈക്വൽ ടു എന്താ വരിക? മൈനസ് ഓഫ് മൈനസ് വി ഇൻ പ്ലസ് വി ഡി എന്നാണ് കിട്ടുക, അല്ലെ, വി ഇൻ മൈനസ് വി ഡി എന്നാണ് കിട്ടുക. അപ്പൊ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ ആട്ടാ, വി സീറോ ഈക്വൽ ടു മൈനസ് ഓഫ് വി ഇൻ മൈനസ് വി ഡി, അല്ലെ, വി സീറോ ഈക്വൽ ടു മൈനസ് ഓഫ് വി ഇൻ മൈനസ് വി ഡി. ദാറ്റ് മീൻസ് മൈനസ് ഓഫ് വി ഇൻ എന്ന് പറയുന്നത് 5 ആണ്. 5 മൈനസ് 0.7 ഈക്വൽ ടു 4.3, അതായത് മൈനസ് 4.3 എന്ന് പറയുന്ന വാല്യൂ ആണ് കിട്ടുക. അത് തന്നെയാണ് നമ്മൾ അനലൈസ് ചെയ്താൽ കിട്ടുക. ഇവിടെ കണ്ടോ, മൈനസ് 4.29 എന്ന് പറഞ്ഞാൽ മൈനസ് 4.3 തന്നെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ എന്താണ് വോൾട്ടേജ് സോഴ്സ് കൊടുത്തിട്ടുള്ള കൺസിഡർ ചെയ്യുന്നു. വോൾട്ടേജ് സോഴ്സിൽ ഇവിടെ പോസിറ്റീവ് ആണ്, ദെൻ ഇവിടെ നെഗറ്റീവ് ആണ്, ദെൻ വി ഡി, അല്ലെ, വി ഡി പോസിറ്റീവ് വി ഡി എന്നുള്ള രീതിയിൽ ദെൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇക്വേഷൻ എഴുതുന്നു. എങ്ങനെയാണ് ഇക്വേഷൻ എഴുതുക? പ്ലസ് മൈനസ് എന്നുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്യുക. സോ വി ഇൻ പ്ലസ് 2 വോൾട്ട് ആണ് നമ്മൾ സപ്ലൈ ചെയ്തിരിക്കുന്നത്, മൈനസ് വി ഡി പ്ലസ് വി സീറോ ഈക്വൽ ടു 0.
So V0 equal to minus of V in plus 2 minus 0.7 equal to minus of 5 plus 2 minus 0.7 equal to minus of 6.3. നിങ്ങൾക്ക് കാണാം ഇവിടെ ബ്ലൂ കളറുള്ളത് ഔട്ട്പുട്ടാണ്, ഇൻപുട്ടിനേക്കാൾ വ്യത്യാസം വരുന്നത് കാണാം. അപ്പോൾ നമുക്ക് എത്ര ലെവലിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. 6.3 വോൾട്ടേജ്. ഓക്കെ, അത് തന്നെയാണ് നമുക്ക് അനാലിസിസിലും കിട്ടിയിരിക്കുന്നത്, -6.3. ഓക്കെ, ദെൻ നമ്മൾ പൊളാരിറ്റി അഗെയിൻ മാറ്റുന്നു. പൊളാരിറ്റിയിൽ ചെറിയ ചേഞ്ച് വരുത്തുന്നു, അതായത് നമ്മൾ നേരത്തെ കൊടുത്തതിൽ നിന്നും ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ് ഔട്ട്പുട്ട് വരുന്നത് നോക്കാം. അഗെയിൻ പ്ലസ് മൈനസ്, മൈനസ് പ്ലസ്, ദെൻ മൈനസ് പ്ലസ്, പ്ലസ് മൈനസ്, അല്ലേ? ഇങ്ങനെയല്ലേ വരിക. സോ വി ഇൻ -2 minus 0.7 plus V out equal to 0. V in -2 minus 0.7 plus V0 equal to 0. That means V0 equal to minus of V in -2 minus 0.7 equal to -5 equal to minus of 2.3 voltage. നിങ്ങൾക്ക് കാണാം ഇവിടെ കാണാം 2.3 വോൾട്ടേജ്. അപ്പോൾ ഇതാണ് നമ്മളെ പോസിറ്റീവ് ക്ലിപ്പർ വിത്ത് ഡിഫറെന്റ് ക്ലിപ്പിംഗ് വോൾട്ടേജസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ 3 സർക്യൂട്ടുകളാണ് ഓരോ ക്ലിപ്പറിനെ പഠിച്ചിരിക്കുന്നത്. പോസിറ്റീവ് ക്ലിപ്പറിന്റെ 3 സർക്യൂട്ട് പഠിച്ചു, അതേപോലെ തന്നെ നെഗറ്റീവ് ക്ലിപ്പറിന്റെ 3 സർക്യൂട്ടുകൾ ഡിസ്കസ് ചെയ്തു. അതിൽ ഒന്ന് നമ്മൾ വോൾട്ടേജ് സോഴ്സ് ഒന്നും കൊടുക്കാതെയുള്ള സർക്യൂട്ട്, ദെൻ ഒരു വോൾട്ടേജ് സോഴ്സ് കൊടുക്കുന്നു, ദെൻ അതിനുശേഷം ആ വോൾട്ടേജ് സോഴ്സ് മാറ്റുന്നു, അല്ലെങ്കിൽ പൊളാരിറ്റി ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഈ 3 സർക്യൂട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ വോൾട്ടേജ് എങ്ങനെയാണ് കിട്ടുന്നതെന്നും ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത് അറിയാമെങ്കിൽ, ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏത് ക്ലിപ്പിങ്ങിൻ്റെ സീരീസ് ആയിട്ടുള്ള ഏത് ക്ലിപ്പറിൻ്റെ സർക്യൂട്ടും നിങ്ങൾക്ക് അനാലിസിസ് നടത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് സീരീസ് ക്ലിപ്പർ എന്ന് പറയുന്ന പോർഷനിൽ വരുന്നത്. ഓക്കെ, താങ്ക് യു.